കുണ്ടൂർ കുത്തിയത്തോട് പാലം വിഷയത്തിൽ എൻഡിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി എംഎൽഎ വി.ആർ. സുനിൽകുമാർ. സ്ഥലം ഏറ്റെടുത്ത് പാലം വരുന്നതിൽ യോജിപ്പില്ലാത്തതിനാലാണ് കുണ്ടൂർ പായംതുരുത്ത് പദ്ധതിയിലേക്ക് മാറേണ്ടി വന്നതെന്ന് സുനിൽകുമാർ പറഞ്ഞു. എടത്തുരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനായുള്ള കൂത്തുമാക്കിൽ ചിറക്കിൽ ചെറുപുഴത്തോട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഉദ്ഘാടനം ഈ മാസം 8-ന് നടക്കും. കൊടുങ്ങല്ലൂരിൽ ഇത്തവണ ഇടതുവലതു മുന്നണികൾക്കിടയിൽ ശക്തമായ സാന്നിധ്യമാകാൻ ബി.ജെ.പി തയ്യാറെടുക്കുന്നു. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി. ഗോപാലകൃഷ്ണനെ രംഗത്തിറക്കി മത്സരം കടുപ്പിക്കാൻ തീരുമാനം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കുണ്ടൂർ കുത്തിയത്തോട് പാലം വിഷയത്തിൽ എൻഡിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി എംഎൽഎ വി.ആർ. സുനിൽകുമാർ. കുണ്ടൂർ കുത്തിയത്തോട് പാലം എന്ന ആവശ്യത്തിനൊപ്പം തന്നെയാണ് താനെന്ന് വി.ആർ. സുനിൽകുമാർ എംഎൽഎ മാളയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കുത്തിയത്തോട് പ്രദേശവാസികൾക്ക് സ്ഥലം ഏറ്റെടുത്ത് പാലം വരുന്നതിൽ യോജിപ്പില്ലാത്തതിനാലാണ് കുണ്ടൂർ പായംതുരുത്ത് പദ്ധതിയിലേക്ക് മാറേണ്ടി വന്നതെന്ന് സുനിൽകുമാർ പറഞ്ഞു. കുണ്ടൂർ കുത്തിയത്തോട് പാലം വിഷയത്തിൽ കുത്തിയത്തോട് കളമശ്ശേരി മണ്ഡലത്തിലുൾപ്പെട്ട കുന്നുകര പഞ്ചായത്തിലാണ് നിലകൊള്ളുന്നത്. പാലം വരുമ്പോൾ സ്ഥലമേറ്റെടുക്കൽ ഉണ്ടാവുമെന്നതിനാൽ കുന്നുകര പഞ്ചായത്തിലെ ജനങ്ങളുടെ എതിർപ്പ് മൂലം മന്ത്രി പി. രാജീവന്റെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ ഈ പാലത്തിന് യാതൊരു സാധ്യതയും ഇല്ലെന്നും കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ തന്നെ അനുയോജ്യമായ പാലം നിർമ്മിക്കാൻ അനുമതി നൽകുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളം ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന കുണ്ടൂർ പായംതുരുത്ത് പാലം എന്ന പദ്ധതിയിലേക്ക് മാറ്റേണ്ടി വന്നതെന്നും എംഎൽഎ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾ ഈ വിഷയം ഞങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ഇങ്ങനെ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. കുണ്ടൂർ കുത്തിയോട് പാലം ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ അതിലൊരു നടപടിയെടുക്കാനുള്ള ശ്രമങ്ങളുണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജീവ് മിനിസ്റ്റർ പല ഘട്ടങ്ങളിലായിട്ട് കളക്ട്രേറ്റിലും അതുപോലെ തന്നെ മറ്റ് ജനങ്ങളുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അതും നമുക്ക് നടക്കാത്ത സാഹചര്യങ്ങൾ പിന്നീട് നീണ്ടു പോകുന്നൊരു ഘട്ടം തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് കളക്ട്രേറ്റിൽ വെച്ച് 2014 ബഹുമാനായിട്ടുള്ള മന്ത്രി 2024 വീണ്ടും ആ യോഗം രണ്ടാം ഘട്ടത്തിൽ വിളിക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ബഹുമാനായിട്ടുള്ള റിയാസ് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നോഡൽ ഓഫീസർ വെച്ചുകൊണ്ട് എല്ലാ മാസവും പാലത്തിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ചർച്ചകളുണ്ടായിരുന്നു, അതിൻ്റെ പാലത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു. ഈ പാലത്തിൻ്റെ ഇതെല്ലാം തന്നെ KRFBയെ ആണ് പിന്നീട് ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. KRFBയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടിയ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അന്ന് KRFBയോട് ബഹുമാനായിട്ടുള്ള മന്ത്രി പറഞ്ഞത് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ 3 പ്രപ്പോസലുകൾ നൽകാൻ നിർദ്ദേശിക്കപ്പെടുകയും പക്ഷേ ആ 3 പ്രപ്പോസലുകളും നമുക്ക് അനുയോജ്യമല്ല എന്ന് കണ്ടെത്തി. പിന്നീട് ആണ് ഈ പാലം നമുക്ക് പഞ്ചായത്തിനോട് സ്ഥലം കണ്ടെത്താൻ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനായിട്ടുള്ള പഞ്ചായത്താണ് പിന്നീട് നമുക്ക് ഈ പായംതുരുത്ത് പാലത്തിലേക്ക് അത് കൂടൂർ പഞ്ചായത്തിൽ തന്നെ ഉൾപ്പെടുന്ന മേഖല എന്ന നിലയിൽ തന്നെ കൂടൂർ മേഖലയിൽ തന്നെ ആയിട്ട് നമുക്ക് പാലം നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി.ജെ.പി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുകൾ പരിശോധിച്ച് തിരുത്തണമെന്നും എംഎൽഎ പറഞ്ഞു. എം.ആർ. അപ്പുക്കുട്ടൻ, ടി.K. സന്തോഷ്, P.K. ഡേവിസ് എന്നിവരും എംഎൽഎക്കൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, മാള. എടത്തുരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനായുള്ള കൂത്തുമാക്കിൽ ചിറക്കിൽ ചെറുപുഴത്തോട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഉദ്ഘാടനം ഈ മാസം 8-ന് നടക്കും. 2016 നവംബറിൽ നിർമ്മാണോദ്ഘാടനം നടത്തി പണി ആരംഭിച്ചെങ്കിലും 5 സ്ലൂയിസുകൾ മാത്രം നിർമ്മിച്ച് കരാറുകാരൻ പണി നിർത്തിവെക്കുകയായിരുന്നു. കരാറുകാരനും ഉദ്യോഗസ്ഥരുമായുള്ള തർക്കമാണ് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കാരണം. എടത്തിരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന ചിറക്കൽ ചെറുപുഴ തോടുവഴി ശുദ്ധജലം പ്രവഹിപ്പിച്ച്
ഇരു പഞ്ചായത്തുകളിലെയും കുടിനീർ ക്ഷാമവും കൃഷി ജലസേചന പ്രശ്നങ്ങളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണിത്. മുൻമന്ത്രി VS സുനിൽകുമാർ കയ്പമംഗലം MLA ആയിരിക്കുമ്പോൾ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 4.8 കോടി രൂപ ഉപയോഗിച്ചാണ് ചിറക്കൽ ചെറുപുഴ പദ്ധതി ആരംഭിച്ചത്. കുത്തുമാക്കൽ ഷട്ടറിനടിയിലൂടെ KLDC കനാലിൽ നിന്ന് ടണൽ വഴി ശുദ്ധജലം എത്തിച്ച് ചിറക്കൽ ചെറുപുഴ തോട്ടിലൂടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. 2016 നവംബറിൽ നിർമ്മാണോദ്ഘാടനം നടത്തി പണി ആരംഭിച്ചെങ്കിലും 5 സ്ലൂയിസുകൾ മാത്രം നിർമ്മിച്ച് കരാറുകാരൻ പണി നിർത്തിവെക്കുകയായിരുന്നു. കരാറുകാരനും ഉദ്യോഗസ്ഥരുമായുള്ള തർക്കമാണ് പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ കാരണം. കരാറുകാരൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതോടെ പദ്ധതി വീണ്ടും നീളാൻ കാരണമായി. 1.20 കോടി രൂപ E.T. ടൈസൺ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പദ്ധതി റിവൈസ് ചെയ്ത് റീടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയാണ് പിന്നീട് പണി ആരംഭിച്ചത്. 2016 തുടങ്ങിവെച്ച പദ്ധതി 2026 പൂർത്തീകരിക്കാനായത്. മാർച്ച് 8 പദ്ധതി പ്രദേശത്ത് വെച്ച് ഉദ്ഘാടനം നടത്തും. അനുബന്ധമായി കലാപരിപാടികളും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന സംഘാടക സമിതി യോഗം E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ബൈന പ്രദീപ് ചെയർമാനും അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് കൺവീനറും TK ചന്ദ്രബാബു ട്രഷററായും സംഘാടക സമിതി രൂപീകരിച്ചു. മീഡിയ ടൈം കയ്പമംഗലം. പറപ്പൂക്കര പുതുക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച പന്തല്ലൂർ കുണ്ടുകടവ് കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അനുബന്ധന പ്രവർത്തനങ്ങൾക്ക് വിലയിരുത്തുന്നതിനായി KK രാമചന്ദ്രൻ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നത് വികസന പ്രവർത്തനങ്ങളെ തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണെന്ന് MLA പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അശാസ്ത്രീയതയും അപാകതകളും ഉണ്ടെന്ന് ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് MLAയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥർക്കൊപ്പം കുണ്ടുകടവിലെത്തിയത്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അശാസ്ത്രീയതയും അപാകതയും ഉണ്ടെന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതവും വികസനം തടസ്സപ്പെടുത്താൻ ലക്ഷ്യം വെച്ചുള്ളതുമാണെന്ന് KK രാമചന്ദ്രൻ MLA പറഞ്ഞു. സംസ്ഥാന സർക്കാർ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ LDF സർക്കാർ 29 കോടി രൂപയാണ് അനുവദിച്ചത്. 2 ഘട്ടങ്ങളിലായി 2 ഫേസായിട്ട്. റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ 23 കോടി രൂപയുടെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് ഉദ്ഘാടനത്തിന് സജ്ജമാണ്. 2ാം ഫേസ് പണി അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. 2ാം ഫേസിൻ്റെ പണി അപ്രോച്ച് റോഡാണ്. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടന്ന് പണിയേണ്ട കാര്യമുണ്ട്. ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കടന്ന് പണിയണമെങ്കിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് അതിലൂടെ നടന്ന് അതിലൂടെ ഇറക്കി സാധനം മെറ്റീരിയൽസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്ന ഒരു പ്രവൃത്തിയിലാണ് ഇപ്പോൾ ഇവിടെ കിഡ്കിൻ്റെ ഉദ്യോഗസ്ഥരും കരാറുകാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച് ഫസ്റ്റ് ഫേസിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതാണ്. അതിൻ്റെ ഉദ്ഘാടനം ഏത് സമയത്തും ചെയ്യാൻ കഴിയാവുന്നതാണ്. പക്ഷേ ഞങ്ങൾ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. നിശ്ചയിക്കേണ്ടി വരും. അത് ആലോചിച്ച് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആലോചിച്ച് സംഘാടക സമിതി എടുത്ത് അതിൻ്റെ ഡേറ്റ് നിശ്ചയിക്കും. 2 ഘട്ടങ്ങളിലായി കുണ്ടുകടവ് കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് അപ്രോച്ച് റോഡുകളും നിർമ്മിക്കുന്നതിന് കിഫ്ബിയിൽ നിന്ന് 29 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിൽ ആദ്യഘട്ടമായി 23 കോടി രൂപ വിനിയോഗിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 2ാം ഘട്ടമായി അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണത്തിനുള്ള പ്രാരംഭ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുവരുന്നത്. പാലത്തിന്റെ അപ്പുറത്തേക്ക് അപ്രോച്ച് റോഡ് പണിക്കായി സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് മണ്ണിട്ട് സൗകര്യമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വസ്തുതകൾ ഇതായിരിക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നത് വികസന പ്രവർത്തനങ്ങളെ തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണെന്ന് MLA പറഞ്ഞു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് A. രാജീവ്, ജനപ്രതിനിധികളായ PD നെൽസൺ, K. സുധാകരൻ, CPM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് തുടങ്ങിയവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ ടൈം കൊടകര. കൊടുങ്ങല്ലൂരിൽ ഇത്തവണ ഇടതു വലത് മുന്നണികൾക്കിടയിൽ ശക്തമായ സാന്നിധ്യമാകാൻ BJP തയ്യാറെടുക്കുന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണനെ രംഗത്തിറക്കി മത്സരം കടുപ്പിക്കാനാണ് തീരുമാനം. BDJS കൊടുങ്ങല്ലൂർ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും വിട്ടുകൊടുക്കേണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ശക്തമായ സാന്നിധ്യമാണ് BJP. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിക്ക പഞ്ചായത്തുകളിലും വോട്ടുകൾ ഉയർത്തിയും സീറ്റുകൾ വർദ്ധിപ്പിച്ചും UDF LDF മുന്നണികൾക്ക് ഭീഷണിയായും നിൽക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസമാണ് കൊടുങ്ങല്ലൂരിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോഴുള്ള BJPയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത്.
കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഇത്തവണ ഭരണം കൈയടക്കാമെന്ന് കരുതിയെങ്കിലും അത് നടക്കാതെ പോയതിൽ അണികളിൽ ചെറിയ നിരാശയുണ്ട്. ആ നിരാശ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ മറികടക്കാനാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനിലൂടെ BJP ലക്ഷ്യമിടുന്നത്. ചാനൽ ചർച്ചകളിലൂടെ സുപരിചിതമായ മുഖം എന്നതാണ് ഗോപാലകൃഷ്ണനെ വോട്ടർമാർക്കിടയിൽ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വ്യക്തിത്വമായി BJPക്ക് ഗുണകരമാകുന്നത്. വിവിധ പഞ്ചായത്തുകളിലെ BJPയുടെ ബൂത്ത് പ്രസിഡന്റുമാർ പങ്കെടുക്കുന്ന യോഗങ്ങൾ, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകി നേരത്തെ തന്നെ ബി ഗോപാലകൃഷ്ണൻ മണ്ഡലത്തിൽ സജീവമാണ്. BJP BDJS വോട്ടുകൾക്ക് പുറമെ ഇത്തവണ 2020 വോട്ടുകളും NDA പെട്ടിയിലെത്തും. ഇത് ബി ഗോപാലകൃഷ്ണന് ആവേശം പകരുന്നതാണ്. അന്നമനട, മാള, പൊയ്യ, പുത്തഞ്ചിറ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 ശക്തമായ സാന്നിധ്യമായിരുന്നു. ആ വോട്ടുകൾ കൃത്യമായി NDAക്ക് ലഭിച്ചാൽ കൊടുങ്ങല്ലൂരിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയിലാണ് BJPയും സ്ഥാനാർത്ഥിയായേക്കാവുന്ന ബി ഗോപാലകൃഷ്ണനും. മീഡിയ ടൈം, മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ലോകസമാധാനത്തെ ഭീഷണിപ്പെടുത്തുന്ന യുദ്ധഭീഷണിക്കും സാമ്രാജ്യത്വ രാഷ്ട്രീയത്തിനുമെതിരെ പ്രതിഷേധവുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യുദ്ധവിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്രട്ടറി വി മനോജ് യോഗം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് MR സുനിൽ ദത്ത് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി ശശികല, സോഷ്യൽ ആക്ടിവിസ്റ്റ് സുധീർ ഗോപിനാഥ്, MB മുഹമ്മദ് സഗീർ, ഫൗസിയ ഷാജഹാൻ, അജിത പടാരിൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള സംസ്ഥാന റവന്യൂ അവാർഡിന് അർഹനായ മേത്തല വില്ലേജ് ഓഫീസർ PR പ്രശാന്തിന് വിദ്യാർത്ഥി ദായിനി സഭ ആദരവ് നൽകി. വിദ്യാർത്ഥി ദായിനി സഭ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സഭാ പ്രസിഡന്റ് MS വിനയകുമാർ, സെക്രട്ടറി EN രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. സഭാ ട്രഷറർ OA ദിനമണി ഉപഹാരം നൽകി. വിദ്യാർത്ഥി ദായിനി സഭ UP സ്കൂൾ മാനേജർ KD വിക്രമാദിത്യൻ, കമ്മിറ്റി അംഗങ്ങളായ TB സന്തോഷ്, AG അശോകൻ, VR സിദ്ധാർത്ഥൻ, PT ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. പടിഞ്ഞാറ് വെമ്പലൂർ എടമുറ്റത്ത് ഭുവനേശ്വരി ക്ഷേത്രത്തിലെ മഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹവനം, കാഴ്ചശീവേലി, ഗുരുതി തർപ്പണം, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. അഴീക്കോട് ശ്രീനിവാസൻ തന്ത്രി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നഗരക്ഷേമം അടിസ്ഥാനമാക്കിയുള്ള ബഡ്ജറ്റ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അവതരിപ്പിച്ചു. 229,89,19,968 രൂപ വരവും 219,62,62,74,000 രൂപ ചെലവും 4,19,45,968 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് അവതരിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബഡ്ജറ്റിന്മേലുള്ള ചർച്ച വെള്ളിയാഴ്ച നടക്കും. പെരിഞ്ഞനത്ത് ഹിന്ദു ഏകത സമ്മേളനം നടത്തി. ഇരിഞ്ഞാലക്കുട രുദ്രപീഠം മഠാധിപതി മാതാജി ദേവി സംഗമേശാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി അധ്യക്ഷൻ വിജയൻ മച്ചിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ഷാജി വരവൂർ, KR രാധാകൃഷ്ണൻ, K സുനിൽകുമാർ, സുജ ജോഷി, ER കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കലാ സാംസ്കാരിക കാർഷിക രംഗങ്ങളിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുണ്ടൂർ കുത്തിയത്തോട് പാലം വിഷയത്തിൽ NDയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി MLA VR സുനിൽകുമാർ. സ്ഥലം ഏറ്റെടുത്ത് പാലം വരുന്നതിൽ യോജിപ്പില്ലാത്തതിനാലാണ് കുണ്ടൂർ പായംതുരുത്ത് പദ്ധതിയിലേക്ക് മാറേണ്ടി വന്നതെന്ന് സുനിൽകുമാർ പറഞ്ഞു.
എടത്തുരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനായുള്ള കൂത്തുമാക്കിൽ ചിറക്കിൽ ചെറുപുഴത്തോട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഉദ്ഘാടനം ഈ മാസം 8-ന് നടക്കും. കൊടുങ്ങല്ലൂരിൽ ഇത്തവണ ഇടതുവലതു മുന്നണികൾക്കിടയിൽ ശക്തമായ സാന്നിധ്യമാകാൻ BJP തയ്യാറെടുക്കുന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണനെ രംഗത്തിറക്കി മത്സരം കടുപ്പിക്കാൻ തീരുമാനം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.